ഇതാണ് ചക്കപ്പൊരി. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്കപ്പൊരി. ചക്കപ്പഴം കൊണ്ടുള്ള കേക്ക്, ഇതൊക്കെയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഒരു ചക്ക കിട്ടിയപ്പോൾ നമ്മളിപ്പോൾ ചക്കപ്പൊരിയും ചക്ക കേക്കുമാണ് ഈ വീഡിയോയിൽ ഉണ്ടാക്കി കാണിക്കുന്നത്. ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്, ചക്കപ്പഴം. അങ്ങനെ നമ്മുടെ ചക്കപ്പഴമൊക്കെ അതേ റെഡിയായി ഇരിക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ ഇതുകൊണ്ട് ചക്കപ്പൊരിയാണ് ഉണ്ടാക്കണത്. പഴംപൊരിയുടെ പോലെ തന്നെ ചക്കപ്പൊരി നല്ല ടേസ്റ്റാന്ന് പറഞ്ഞാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാവുന്ന ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ നല്ല ഷേപ്പുള്ളതൊക്കെ എടുത്തേക്കുന്നത് ഞാൻ ഇതുപോലെ. ഇനി മൈദമാവും മഞ്ഞൾപ്പൊടിയൊക്കെ എടുക്കാം. ഒരു കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളുപ്പ്, ഇനി എള്ളിടാം. ഒരു പൊടിക്ക് പഞ്ചസാരയും കൂടെ ഇട്ടേക്കാം. ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കണത് സൂക്ഷിച്ച് വേണം, കുറച്ച് വെള്ളം ഒഴിക്കാൻ നമ്മളുള്ളൂ. വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ലൂസായത് ചക്കപ്പഴത്തേക്ക് അങ്ങ് കോട്ടാവില്ല. ഇച്ചിരി തിക്കായുള്ള ബാറ്റർ വേണം. അതേ കറക്റ്റായി. ഇതുപോലെ ഇത്തിരി തിക്കായിട്ടുള്ള ബാറ്ററാണ്. ഇനി ഞാനിത് ഓരോന്നായിട്ട് മുക്കിയിട്ട് വറുത്തെടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാൻ വറുക്കണത്. നല്ല ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ വറുക്കുമ്പോൾ തന്നെയാണ്. നമ്മൾ വേറെ ഓയിലൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും വെളിച്ചെണ്ണയിൽ വറുത്താൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അത് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. നന്നായിട്ട് കോട്ടാവുന്നുണ്ട്. ഇങ്ങനെ തിക്കായിട്ട് മുക്കിയേക്കണതാണ്. ഇനിയിപ്പോൾ ഇത് ഓരോന്നായിട്ടൊന്ന് മറിച്ചിടാം. നല്ല മണം വന്നു ചക്ക മൊരിഞ്ഞതിൻ്റെ. ആഹാ, ഇതിലൂടെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ നമ്മുടെ ചക്ക ഉണ്ടകൾ. ചക്കപ്പഴംപൊരി കണ്ടിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചക്കപ്പൊരികളൊക്കെ റെഡിയായി. കോരിയെടുക്കാം. നോക്കി എല്ലാം അടിപൊളിയാന്ന് നോക്കി. ഞാനീ പേപ്പർ ടവലിലേക്ക് ഇടുക. ചൂടാറിയിട്ട് നമുക്കൊന്ന് തിന്ന് നോക്കാം. അപ്പോൾ ചക്കപ്പഴം ഉള്ളപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അന്നേരം പഴംപൊരി ഉണ്ടാക്കാതെ ചക്കപ്പൊരി ഒന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇനി അടുത്തതായിട്ട് ചക്കപ്പഴം കൊണ്ട് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു 5-8 ചുള എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ബൗളിൽ നല്ല രീതിയിലൊന്ന് കറക്കി ഇതുപോലെ മാറ്റി വയ്ക്കുകയാണ് ആദ്യമേ തന്നെ. ഇനി ഞാനിവിടെ ഓവനൊന്നും ഉപയോഗിക്കാതെയാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് വലിയൊരു അലുമിനിയത്തിൻ്റെ ഇതുപോലത്തെ പാത്രം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ആ ഒരു റിങ്ങാണ് വെച്ചേക്കുന്നത്. അലുമിനിയത്തിൻ്റെ വെച്ചാലും കുഴപ്പമില്ല. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രം ഇതുപോലെ ഇങ്ങനെ കമത്തി വെക്കുന്നുണ്ട്, ഒരു പ്ലേറ്റ്. ഇതിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അലുമിനിയം പാത്രം ഒന്ന് ചൂടായി വരാനായിട്ട് ഒരു പ്രീഹീറ്റ് ചെയ്ത് വെക്കുവാണ്. അപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് വെക്കാം. 1 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ളുപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല രീതിയിലൊന്ന് അരിച്ച് 3 പ്രാവശ്യം അരിച്ച് മാറ്റി വയ്ക്കുകയാണ്. അതവിടെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കി വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കിയെടുക്കാം.
ചക്കപ്പഴത്തിന് മധുരം ഉണ്ടെങ്കിലും കേക്കിൽ മധുരം കുറച്ചിടാതെ അതിൻ്റേതായ മധുരം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ 1 കപ്പ് പഞ്ചസാരയിലേക്ക് 3 ഗ്രാമ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വനില എസൻസും ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാനുണ്ട്. ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പഞ്ചസാരയൊക്കെ ഒരു ബ്രൗൺ കളറായി കഴിയുമ്പം അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇളക്കി തിളപ്പിച്ച് മാറ്റി വയ്ക്കുക. ആ ഒരു തീ ഓഫ് ചെയ്തിട്ട് ആ ഒരു കളറ് നമുക്ക് കേക്കിന് കിട്ടുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു ക്യാരമലൈസ് ചെയ്ത പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. ഇതൊന്ന് തണുക്കാനായിട്ട് ഇരിക്കണം. അപ്പോൾ അത് ആദ്യമേ തന്നെ ചെയ്ത് വെച്ചാൽ അത് തണുത്തവിടെ റെഡിയായിട്ട് ഇരുന്നോളും. ഞാനിതിൽ ഒരു മിക്സിയുടെ ബൗളിലാണ് എല്ലാം റെഡിയാക്കുന്നത്. നല്ല സിമ്പിളായിട്ട് ചെയ്യാം. 2 മുട്ട എടുത്ത് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ കനാല ഓയിൽ ഉപയോഗിക്കാം, വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം. ഒരു ന്യൂട്രലായിട്ടുള്ള ഓയിലാണ് ഇതിന് വേണ്ടത്. അപ്പോൾ അതും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഗ്രാമ്പും കൂടി പൊടിച്ചതാണല്ലോ, അതും കൂടെ ചേർത്ത് ഇതുപോലെ തന്നെ ബീറ്റ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചക്കപ്പഴമാണ് വേണ്ടത്. നമ്മൾ ചക്കപ്പഴം അരച്ച് വെച്ചേക്കുന്നത് ഏകദേശം ഒരു 1/4 കപ്പോളം ഉണ്ടായിരുന്നു. അപ്പം അതും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗറൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ഉണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് അടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നല്ല കളറായിട്ട് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനായിട്ട് ഓരോ സ്പൂൺ വെച്ച് ഇതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇതുപോലെ മിക്സ് ചെയ്ത് റെഡിയാക്കി കേക്ക് ബാറ്റർ റെഡിയാക്കുന്നത് പോലെ തന്നെ റെഡിയാക്കണം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് നട്ട്സും കൂടെ ചേർക്കുകയാണ്. അതിന് വേണ്ടി കുറച്ച് മൈദമാവ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നട്ട്സ് കട്ട് ചെയ്തത് കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കേക്കിൻ്റെ ഉള്ളിലോട്ട് താഴോട്ട് പോവില്ല, അങ്ങനെ എല്ലാ ഭാഗത്തും ഒരുപോലെ കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ മൈദയിലൊന്ന് കോട്ട് ചെയ്തിട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഗ്യാസ് അടുപ്പിൽ മീഡിയം ഫ്ലെയിമിൽ നമ്മുടെ അലുമിനിയം പാത്രമൊക്കെ നല്ല പ്രീ ഹീറ്റായിട്ട് ചൂടായിട്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ കേക്കിൻ്റെ ബാറ്റർ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ്. ഇതുപോലെ നീളത്തിലുള്ളൊരു പാത്രത്തിലാണ് ഞാൻ ഒഴിക്കുന്നത്. റൗണ്ട് പാത്രത്തിൽ ഒഴിച്ചാലും കുഴപ്പമില്ല. ഇങ്ങനെ ആകുമ്പോൾ ഒന്ന് കട്ട് ചെയ്യാനൊക്കെ നല്ല ഈസിയാണല്ലോ എന്ന് ഓർത്ത് ഞാൻ ഈ പാത്രത്തിലാണ്. അടിയിൽ അല്പം ബട്ടറോ എണ്ണയോ തൂത്തതിന് ശേഷം ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മൈദ മാവ് ടെസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലേക്ക് 2-3 നട്ട്സിൻ്റെ പീസുകൾ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് നല്ല ഭംഗിയാണല്ലോ കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ എല്ലാം റെഡിയായി. ഇനി ഞാനിത് ആ പ്രീ ഹീറ്റ് ചെയ്ത് ഇരിക്കുന്ന നമ്മുടെ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഓവനൊന്നും ഇല്ലെങ്കിലും ഇതുപോലെ ചെയ്താൽ മതി. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ ഈസി മെത്തേഡാണ്. നല്ല കട്ടിയുള്ള അലുമിനിയം പാത്രമാണ് എപ്പോഴും നല്ലത്. ഇതുപോലെ നന്നായിട്ട് അടച്ച് വയ്ക്കുക. അതിനി ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. തീ ഒരിക്കലും കൂട്ടി വയ്ക്കരുത്. പിന്നെ ഇതൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ മിനിമം ഒരു 50 മിനിറ്റ്സ് തന്നെങ്കിലും ഇതെടുക്കും. അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് കുത്തി നോക്കുന്നുണ്ട്. ഒരു 45 മിനിറ്റ്സ് ആയപ്പം ഞാനൊന്ന് തുറന്നിട്ട് ഒന്ന് കുത്തി നോക്കിയപ്പം അതായിട്ടില്ല. ഇനി ഒരു 10-15 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടാണ് ഇത് വീണ്ടും ഞാൻ ഇത് കേക്ക് റെഡിയായി. കേക്കിൻ്റെ നല്ല മണമൊക്കെ വീട്ടിൽ മുഴുവൻ പരന്നു. അപ്പോഴത്തേക്കും ഞാനിത് എടുക്കുകയാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. പാത്രം കണ്ടാൽ തന്നെ അറിയാം നല്ല ബ്രൗൺ കളറൊക്കെ വന്ന് നല്ല നമ്മൾ ഈ ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കിയപ്പോൾ അത് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ചക്ക കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് വേറെ കേക്കുകളും ഇതേ മെത്തേഡിൽ റെഡിയാക്കാവുന്നുള്ളൂ. ഓവൻ വേണമെന്നൊന്നുമില്ല. നമ്മുടെ കേക്ക് ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു ടവൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ടവൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് മുകൾ ഭാഗത്ത് ഡ്രൈ ആവാതെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെച്ചതിന് ശേഷം നന്നായിട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം.
ഇതേ ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞു. ഞാൻ ദേ കേക്ക് നോക്കിയപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാനിങ്ങ് ഈസി ആയിട്ട് ഈ ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ദേ ഇതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഒന്ന് കഴിച്ച് നോക്കാം. അടിപൊളിയാട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചക്കപ്പഴത്തിൻ്റെ ആ ഒരു മണം നന്നായിട്ട് വരുന്നുണ്ട്. ചക്ക കേക്ക് തന്നെ ആയതുകൊണ്ട് തന്നെ നല്ല ചക്കപ്പഴമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതും ചക്ക കേക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. നല്ല സ്പോഞ്ച് പോലെ വന്നേക്കണേ. അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ആയിട്ടുള്ള 2 റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റും ഒക്കെ ഇടുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിന്ന് ചായയുടെ കൂടെ ചക്കപ്പൊരിയും ചക്ക കേക്കും ഒക്കെ കഴിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ.